എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ഒരു ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാം അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ബട്ടർ തന്നെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 100 ഗ്രാം അളവിൽ ബട്ടർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ തീ ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബട്ടർ ഞാൻ ഇവിടെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബട്ടർ ഉരുക്കി വന്നാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 3/4 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. 250 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 3/4 കപ്പ് മൈദ നമുക്ക് ഈ ഒരു ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു മൈദയുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി വരണം. അപ്പോൾ അതുവരെ നമ്മൾ തീ കുറച്ചിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മൈദയും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കി മൈദയുടെ ഒരു പച്ച ചൊവയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ലിറ്റർ അളവിൽ പാലാണ്. 1 ലിറ്റർ പാൽ നമ്മൾ ഒറ്റയടിക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 2-3 തവണയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2-3 തവണയായിട്ട് നമ്മൾ ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഇപ്പം ഞാൻ 1 ലിറ്റർ പാൽ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ പപ്പാതി അളവിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാര മാത്രമാണ് മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് തീ കൂട്ടി വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഒരുപാട് തീ കൂടി പോകരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് കുറുകി കിട്ടുന്ന വരെ കൈവിടാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും. അടുക്കി പിടിച്ച് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നല്ല പോലെ തന്നെ കുറുക്കിയിട്ടെടുക്കണം കേട്ടോ. ഇത് കണ്ടില്ല, ഇതും ഈ ഒരു പരുവത്തിന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കറക്റ്റ് പാകത്തിന് കുറുകി വന്നാൽ മാത്രമേ നമുക്കിത് സെറ്റായി കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറുക്കി എടുത്തിരിക്കുന്ന ഒരു ബാറ്ററിയില്ലേ, അത് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണ്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നല്ല ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്നും എടുത്ത് വെക്കേണ്ട. ഇത് നമ്മൾ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു 1/2 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് രണ്ടാമത്തെ ഒരു ലെയർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാതിരിക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 500 ml പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലൊരു കോഴിമുട്ട പൊട്ടിച്ചൂറ്റിയതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അഥവാ മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മുട്ട ഇതിനകത്തുനിന്ന് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ ഒരുപാട് കൂട്ടിയിട്ട് കൊടുക്കരുത്, പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും. അപ്പോൾ കൈ വിടാതെ നല്ല പോലെ തന്നെ ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ആ ഒരു കുറുകി വരുന്നിടം വരെ കൈ വിടാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതിലും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരണം കേട്ടോ, എങ്കിലും നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ കൈ വിടാതെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ഞാൻ ഇവിടെ നിന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില പൗഡർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വാനില പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പൗഡർ ഇല്ലെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ വാനില പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒരു കറക്റ്റ് പാകത്തിൽ നിന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത ഒരു ലെയറാണ് കേട്ടോ. ഇതിവിടെ നന്നായിട്ട് ഇന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഇതുപോലെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ലെയറും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലെയറും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചൂട് നല്ല പോലെ തന്നെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് ഒരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ് നല്ല പോലെ തന്നെ തണുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഒരു 3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി നന്നായിട്ട് തണുത്ത് നമ്മുടെ ഒരു പുഡിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് കൂടെ വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കൊക്കോ പൗഡർ ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു പുഡിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലെയറുകളൊക്കെ ആണെങ്കിലും നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.